ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ ബാച്ച്. ഈ ലൈഫ് സേവർ ബാച്ചിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ കറണ്ട് കാണിച്ചാൽ ശരിയായി, വോൾട്ടേജും. അപ്പൊ നമുക്ക് ഈ പറയുന്ന വോൾട്ടേജ് വെച്ചിട്ട് പറയാൻ പറ്റും ഇത് സിലിക്കാണ്, ഇത് ജർമ്മൻ. ക്ലിയർ അല്ലേ? വോൾട്ടേജ് ഹയർ ആണ് ആർക്ക്? ഈ പറഞ്ഞു വന്ന നമ്മുടെ സിലിക്കണിന്. ഓക്കെ ആണ്. ഇനി 6ാമത് ഒരു പോയിന്റിലൂടെ പറയുന്നുണ്ട്, വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലഷൻ റീജിയൻ. സിലിക്കൺ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന 0.7 വോൾട്ടേജ്. നമ്മുടെ പറഞ്ഞ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ലെവൽ ഓഫ് ഡോപ്പിംഗ് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഡോപ്പിംഗ് കുറയും തോറും എന്തുകൂടും? വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലറേഷൻ റീജിയൻ ഇൻക്രീസ്. ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വിശ്വസിക്കും. ഡോപ്പിംഗ് കൂടും തോറും ഡിപ്ലറേഷൻ റേഞ്ച് വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയും ക്ലിയർ ആണ് ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടം വരെ പറഞ്ഞത് എല്ലാവർക്കും ഓക്കെ അല്ലേ? നമ്മളപ്പോൾ പറഞ്ഞു വരുന്നതല്ല ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്. ആ സ്വിച്ച് ആരാന്ന് ചോദിച്ചാൽ മെക്കാനിക്കൽ സ്വിച്ച് അല്ല, SAR അല്ലെങ്കിൽ തൈറിസ്റ്റർ. അവിടെ ഡീൽ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഒക്കെ പറഞ്ഞത്, കറണ്ട് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് 30 kW തൊട്ട് 1000 ആംപിയർ. അപ്പോൾ അത്രയും ഹൈ വോൾട്ടേജ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അനലോഗ് ഡിവൈസ് തന്നെ യൂസ് ചെയ്യില്ല. SCR, GTO, ട്രയാക്ക്, ഡയാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചേർത്ത്. SCS, SUS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച. ശരിയല്ലേ? അവിടെ നമ്മൾ പറഞ്ഞു 50 Hz സപ്ലൈ വരുന്നിടത്ത് നമുക്ക് ഈ കൺട്രോൾഡ് ആയിട്ട് പറഞ്ഞു വന്നേഷനായിട്ടും ഈ പറഞ്ഞ പല യൂസ്. അപ്പോൾ കൺട്രോൾഡ് സ്വിച്ച് എന്ന് വേണേൽ പറയാം. ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വന്നതെന്നു ചോദിച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചറുകളാണ്. അപ്പോൾ അതിൽ PN ആണ് സ്ട്രക്ചർ വരുന്നത്. 3 ജംഗ്ഷൻസ് വരുന്നുണ്ട്, J1, J2, J3. അവിടെ ആനോഡുണ്ട്, കാതോഡുണ്ട്, ഗേറ്റ് ഉണ്ട്. ക്ലിയർ ആണ്? ഡോപ്പിംഗ് ഏറ്റവും ഹൈ ആണ് P ജംഗ്ഷനിൽ 10⁻19%. അടുത്ത N റീജിയനിൽ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അടുത്തത് വരുന്ന 10⁻17 ആണ്. അടുത്ത് വരുന്നത് 10⁻9. അപ്പം നമ്മൾ ഇനിയും പറഞ്ഞു വന്നത് സിലിക്കൺ ഓവർ ജർമ്മേനിയം. അവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഹൈ തെർമൽ സ്റ്റെബിലിറ്റിയാണ് സിലിക്കണിന് വരുന്നത്. 200 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട്. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉണ്ട്, സിലിക്കണിന് കൂടുതലാണ്. ഫേസ് ലീക്കേജ് കറണ്ട് നാനോ ആംബിയറിലാണ് സിലിക്കൺ വരുന്നത്. ജർമ്മേനിയത്തിൽ വരുമ്പോൾ മൈക്രോ ആംബിയറിലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് I0 വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു dI0/dt, അതായത് നമ്മൾ 1.07 ആണ് എടുക്കുന്നത്. പക്ഷേ ജർമ്മേനിയത്തിന് കൂടുതലാണ്, 8% ആണ്. സിലിക്കണ് 6% ആണ്. അപ്പോൾ അവിടെ വരെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞു വന്ന നമ്മുടെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടി 10 ഡിഗ്രി കൂടുമ്പോൾ നമ്മുടെ I0 എന്താവും? നേരെ ഡബിൾ ആവും. അത് ഓർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് സിലിക്കൺ ജർമ്മേനിയത്തേക്കാൾ കൂടുതൽ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലഷൻ റീജിയൻ 0.7 ആണ് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടെ ഡോപ്പിംഗ് കുറയും തോറും ഡിപ്ലഷൻ. ഓക്കെ അല്ലേ? ഇവിടെ വരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ആരോ ഹാൻഡ് റൈസ് ഒക്കെ ചെയ്തു? ആരാ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു ആരെങ്കിലും? എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത്? പറഞ്ഞേ. ഓക്കെ അല്ലേ? ഇവിടം വരെ പറഞ്ഞു വന്നു. ഇവിടം വരെ ഓക്കെ അല്ലേ?
പറയൂ. സംഗീത, സാലി, ക്രിസ്റ്റീന പറഞ്ഞ്. നിമിത കേൾക്കുന്നില്ലേ? സരസ്വതി മനസ്സിലാകുന്നില്ലേ പറഞ്ഞു വരുന്നത്? മേഘ, കുക്കു പറഞ്ഞ്. ക്ലിയർ ആണ്? എൽദോസെ ആൻസർ ഇടുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്? യെസ്. ലിതിയ ക്ലിയർ ആണ്? യെസ്. അപ്പൊ ഇവിടം വരെ നമ്മൾ പറഞ്ഞു. നമ്മൾ ഇനിയും പറയുന്നത് എന്താണെന്നറിയോ? യെസ്. അപ്പൊ ഇനിയും നമ്മൾ പറഞ്ഞു വരുന്നത് ബ്രേക്ക് ഡൗൺ ഇൻ പി എൻ ജംഗ്ഷൻ. നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞു വന്ന നിതിൻ സാർ നിങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ബ്രേക്ക് ഡൗൺ ഓഫ്, കാരണം നിങ്ങളുടെ SSDയുടെ സ്ഥലങ്ങളാണല്ലോ ഇതൊക്കെ. ബ്രേക്ക് ഡൗൺ ഇൻ പി എൻ ജംഗ്ഷൻ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാല്, നമ്മുടെ പറഞ്ഞു വന്ന നമുക്കറിയാം ഈ പറഞ്ഞ ഇതിനകത്ത് എന്തുണ്ട്? ഹോൾ സിസ്റ്റം, ആരുണ്ട്? സിസ്റ്റം. അപ്പൊ നമുക്ക് എന്തുണ്ടായി? ഈ പറഞ്ഞു വന്ന നമ്മൾ ആരെ കൊടുത്തു? ഇവിടെ നമ്മൾ നെഗറ്റീവ് കൊടുത്തു. ഇവിടെ നമ്മൾ പോകും. അപ്പൊ എന്തുണ്ടായി? ഇവിടെ ഡിപ്ലഷൻ റീജിയൻ ഉണ്ടായി. എന്ത് കടന്നു പോകില്ല, ഈ ഡിപ്ലഷൻ റീജിയനിൽ കൂടി ഒരു ഇതിനും കടത്തി വിടും, ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇനിയും പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം പറയുന്ന ബ്രേക്ക് ഡൗൺ ഏതാ ചോദിച്ചു? ഇത് ശരിക്കും റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദി എന്താണ്? ഇപ്പം നമുക്കറിയാം റിവേഴ്സ് ബയാസ്ഡ് ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ജംഗ്ഷൻ ഡയോഡ് ഹോൾ വോൾട്ടേജ് വിൽ ആക്ട് അലോങ് ഡിപ്ലഷൻ റീജിയൻ. ഡിപ്ലഷൻ റീജിയൻ്റെ ഇവിടെ ആയിരിക്കും പറഞ്ഞ എത്രയാണെന്ന് വെച്ചാൽ VS ഒന്ന് എടുത്താൽ ആ VS വോൾട്ടേജ് ഇവിടെ ആയിരിക്കും ഉണ്ടാകും. എന്താണെന്ന് ചോദിച്ചു, എവിടെയാണോ ഒപ്പോസിഷൻ അവിടെ ആയിരിക്കും. ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് വെച്ചു, ഉദാഹരണം പറയാം. അപ്പോൾ ഒരു 100 വോൾട്ട് കൊടുത്തു. ഇതൊരു 1 ohm, ഇതൊരു 1 ohm, 8 ohm ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ റെസിസ്റ്റൻസ് എത്ര വന്നു? 100 ohm വന്നു. കറണ്ട് എത്ര ആയിരിക്കും വെച്ചാൽ 1 ആംപിയർ, ശരിയല്ലേ? അപ്പൊ ഇവിടെ വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും ചോദിച്ചാൽ 1 വോൾട്ട് ആയിരിക്കും. ഇവിടെ വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? ഇവിടെ വരുന്ന ക്ലിയർ ആണെന്ന് വിശ്വസിക്കും, ശരിയല്ലേ? ഇതാർക്ക് സംശയമില്ല. ഇവിടെ പറഞ്ഞത് ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞു വന്നേ ഉള്ളൂ, നമ്മുടെ ഡിപ്ലഷൻ റീജിയനിലാണ് ഒപ്പോസിഷൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ റീജിയന്റെ അക്രോസ് ആയിരിക്കും മുഴുവൻ വോൾട്ടേജ് വരുന്നത്. അതേ ഉദ്ദേശമുള്ളൂ. ഇത് നമ്മൾ നെറ്റ്വർക്ക് വെച്ച് പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഈ ഡിപ്ലഷൻ റീജിയനിൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ കട്ട ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്താ പറയുന്നത്, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് എന്ന് തന്നെ പറയാം. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കേപ്പോൾ ടു ബ്രേക്ക് ദ കോവലന്റ് ബോണ്ട് ഇൻ ദ ഡിപ്ലഷൻ. ഇതിനകത്തെ കോവലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സെനർ ബ്രേക്ക് ഡൗൺ നടക്കാനുള്ള ചാൻസ് ഹൈലി ഡോപ്ഡ്. ഹൈലി ഡോപ്ഡ് ആകുമ്പോൾ ഒരു കാര്യം, ഡോപ്പിങ് കൂടും തോറും ഒരു കാര്യം നമുക്കറിയാം, ഈ പറഞ്ഞു വന്ന റീജിയൻ കുറവായിരിക്കും. റീജിയന്റെ ഡോപ്പിംഗ് കൂടുമ്പോൾ റീജിയൻ ചെറുതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ റീജിയൻ ചെറുതാണ്. ഇതിൻ്റെ അകത്ത് ഹൈ പ്രഷർ അല്ലെങ്കിൽ ഹൈ ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് കോവലന്റ് ബോണ്ട് എന്ത് ചെയ്യും? ഡിപ്ലഷൻ റീജിയൻ പ്രൊഡ്യൂസ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് ചാർജ്. These free electrons are acquires or force acting on to break the covalent bond in the depletion region. This type of breakdown is called Zener breakdown. നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന ഇവിടെ ഈ സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ കോവലന്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കോവലന്റ് ബോണ്ടിനെ പ്ലഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ഹൈ എനർജി കിട്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇലക്ട്രോണിനെയും ഹോൾസിനെയും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഡിപ്ലഷൻ റീജിയൻ എന്താവും? ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ബ്രേക്ക് ഡൗൺ ആകുന്നതിനെ വിളിക്കുന്ന പേരാണ് സെനർ ബ്രേക്ക് ഡൗൺ. നിങ്ങൾ ഇത് മറ്റേ SSD പഠിക്കുമ്പോൾ ഇങ്ങനെയല്ലായിരിക്കും പഠിക്കുന്നത്.
ഞങ്ങൾ ഇലക്ട്രിക്കലായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ പറഞ്ഞു വരുന്ന പോയിട്ട് ഇതാണ്. ബ്രേക്ക് ഡൗൺ ഇൻ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് സെനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞു വന്ന ഡോപ്പിംഗ് ഹൈ ആയിരിക്കണം. രണ്ടാമത് വളരെ ഹൈ എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. കാരണം ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡിവൈഡർ ബൈ ഡിസ്റ്റൻസ് കൂടെ വരും. ആ ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആണ്. കാരണം ഡിപ്ലഷൻ റീജിയൻ ഇപ്പോൾ ഹൈലി ഡോപ്ഡ് ആണ്. അതുകൊണ്ട് ഡി കുറവാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് വളരെ ഹൈ ആയിരിക്കും, വളരെയധികം ഹൈ. ക്ലിയർ ആണ്? ആ ഇലക്ട്രിക് ഫീൽഡിന്റെ എഫക്റ്റ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, ഡിപ്ലഷൻ റീജിയനിലെ കോവലന്റ് ബോണ്ട് ബ്രേക്ക് ആവും. കോവലന്റ് ബോണ്ട് ബ്രേക്ക് ആയിക്കൊണ്ട് എന്ത് പറ്റും, ഈ പറഞ്ഞു വന്ന ഇലക്ട്രിക്കലും ഹോൾസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞു വരുന്ന നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ആ പറയുന്ന ഡിപ്ലഷൻ റീജിയൻ ബ്രേക്ക് ഡൗൺ ആവും. ഈ ബ്രേക്ക് ഡൗണിന് വിളിക്കുന്ന പേരാണെന്ത്, സെനർ ബ്രേക്ക് ഡൗൺ. ക്ലിയർ അല്ലേ? ഇത് ഇങ്ങോട്ട് പോകട്ടെ. ഹൈലി ഡോപ്പിംഗ് ആകുമ്പോഴത്തേക്ക് സ്മോൾ ഡിപ്ലഷൻ റീജിയൻ ആയിരിക്കും. സെനർ ബ്രേക്ക് ഡൗൺ മോർ ലൈക്ലി ഇൻ ദിസ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. നിങ്ങൾ ഇത് എഴുതുന്നെങ്കിൽ എഴുതിക്കൊള്ളുക. റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ദി പി എൻ ജംഗ്ഷൻ ഡയോഡ്. Reverse voltage applied across PN junction diode. All reverse voltage will act only on the depletion region. All reverse voltage will act only on the depletion region. To produce a electric field, which is capable to break the covalent bond. In the depletion region. Produce free electrons and positons. This type of breakdown is called Zener breakdown. Zener breakdown more likely in highly doped semiconductor. All depletion region ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത് ഇനി പറയുകയാണെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്ന ആവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഇവിടെ നമ്മൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസ് ഇസ് നോട്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ഹൈ. Not so high. Depletion region high. Depletion region large. കാരണം ഇതെന്താണ്, ലൈറ്റ്ലി ഡോപ്ഡ്. Very few electrons are present in the depletion region. Very electrons are present in the depletion region. This is energized and collide with the other electron. ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കുമുലേറ്റീവ് ആക്ഷനാണ്. ഒരാൾക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞു വന്ന ഇലക്ട്രിക് ഫീൽഡ്, വളരെ ശക്തമായ ഇലക്ട്രിക് ഫീൽഡ് അല്ല ഇവിടെ, പക്ഷേ ഇവിടെ ഓരോ ഇലക്ട്രോൺസിനും എന്ത് കിട്ടും, വളരെ ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ട് റീജിയൻ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈ സ്പീഡ് ഇതിന് കിട്ടും. അത് ആ സ്പീഡുമായിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യും. അങ്ങനെ ഇറ്റ് വിൽ ബ്രേക്ക് ദി കോവലന്റ് ബോണ്ട്. ദിസ് കുമുലേറ്റീവ് പ്രോസസ് ലാർജ് നമ്പർ ഓഫ് ചാർജ് ഡെവലപ്ഡ്. ദിസ് ടൈപ്പ് ഓഫ് ബ്രേക്ക് ഡൗൺ ഈസ് കോൾഡ് ആവലാഞ്ച്. മുമ്പേ പറഞ്ഞു കോവലന്റ് ബോണ്ടിനെ നേരിട്ട് ബ്രേക്ക് ചെയ്യായിരുന്നെങ്കിൽ
ഇവിടെ ഇലക്ട്രോൺസിന് വെലോസിറ്റി ലഭിച്ചുകൊണ്ട് അത് വന്ന് മറ്റ് ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യും, അങ്ങനെ ചെയ്യും കോവലന്റ് ബോണ്ട് ബ്രേക്ക്. ക്ലിയറല്ലേ? അപ്പം പറഞ്ഞു കളയാം. This is energized and collide with other electrons. This is energized and collide with other electrons. It will break. It will break the covalent bond. Covalent bond is cumulative process. Cumulative process. Large number of charge developed. This type of breakdown is called avalanche breakdown. This is due to collision ആണ് ഇതിന് കാരണം പറയുന്നത്. Most likely in lightly doped. Lightly doped ഇവിടെ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ, പെനറിന് നമ്മൾ വേറൊരു ഇതുപോലെ പറയും, ഡയറക്റ്റ് റപ്ചറിങ്. ഡയറക്റ്റ് റപ്ചർ. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്. ഈ ലൈഫ് സേവർ AE ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാൻ പാടില്ല.